ഹലോ എവ്രി വൺ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പവർ സിസ്റ്റത്തിൽ റിലേസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓർ ഇമ്പിഡൻസ് റിലേസ്. എന്താണ് ഡിസ്റ്റൻസ് റിലേ അല്ലെങ്കിൽ ഇമ്പിഡൻസ് റിലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് റിലേസും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ആ റിലേയുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? കറണ്ടിൻ്റെയോ അല്ലെങ്കിൽ പവറിൻ്റെയോ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ റിലേസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. Okay, the operation of the relays discussed so far depends upon the magnitude of current or power in the protected circuit. ആ സർക്യൂട്ടിലെ കറണ്ടിനെയും അല്ലെങ്കിൽ പവറിനെയും ഒക്കെ മെഷർ ചെയ്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ചിട്ടാണ് ആ റിലേസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വേറെ ഗ്രൂപ്പ് ഓഫ് റിലേസിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിന് പവറിൻ്റെ മാഗ്നിറ്റ്യൂഡിന് അല്ല ഡിപ്പെൻഡ്. എന്തിനാണ്? റേഷ്യോ ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് ടു കറണ്ട് എന്ന് വെച്ചാൽ വോൾട്ടേജ് ബൈ കറണ്ട് എന്ന റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ റിലേസ് വർക്ക് ചെയ്യുന്നത്. വോൾട്ടേജ് ബൈ കറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇമ്പിഡൻസ് ആണ്. ഓക്കെ, ഇമ്പിഡൻസ് ആണ് വോൾട്ടേജ് ബൈ കറണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ഇമ്പിഡൻസ് റിലേ. അപ്പോൾ ഇമ്പിഡൻസ് റിലേ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഗവേൺ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞതാണ് റേഷ്യോ ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് ടു കറണ്ട്. ആ റിലേസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് ഓർ ഇമ്പിഡൻസ് റിലേസ്. ഓക്കെ, ഇമ്പിഡൻസ് റിലേ ഗ്യാസിലാണെങ്കിൽ ദ ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറണ്ട് എലമെൻറ്റ് ഈസ് ഒപ്പോസ്ഡ് ബൈ ദ ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വോൾട്ടേജ് എലമെൻറ്റ്. അപ്പോൾ ഇതിൽ കറണ്ട് എലമെൻറ്റ്, നമുക്ക് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. അപ്പോൾ വോൾട്ടേജ് എലമെൻറ്റ് ഉണ്ടാവും, അതേപോലെ കറണ്ട് എലമെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കറണ്ട് എലമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കും എന്തിനു ഒപ്പോസ് ചെയ്യും? വോൾട്ടേജ് എലമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കിന് എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. ഇനി നമ്മൾ റിലേ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക? നമുക്ക് V/I റേഷ്യോ എന്ന് വെച്ചാൽ ഇമ്പിഡൻസിന് എന്തുണ്ടാവും? ഒരു പെർട്ടിക്കുലർ വാല്യൂ, പ്രീ ഡിറ്റർമിൻഡ് വാല്യൂ ഉണ്ടാവും. ആ വാല്യൂവിനേക്കാളും കുറവ് വന്നാൽ സർക്യൂട്ടിൽ V/I റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച V/I റേഷ്യോനെ വാല്യൂവിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിലേ ഓപ്പറേറ്റ് ചെയ്യും. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്റ്റൻസ് റിലേ ഓർ ഇമ്പിഡൻസ് റിലേ. അപ്പോൾ ഇമ്പിഡൻസ് വെച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് റിലേ ഓർ ഇമ്പിഡൻസ് റിലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇതാണ് നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യുന്ന സർക്യൂട്ട്. ഇവിടെയാണ് നമ്മൾ ഇമ്പിഡൻസ് റിലേ വെച്ചേക്കുന്നത്. ഇവിടെ ഒരു സപ്പോസ് ഇവിടെ ഒരു ഫോൾട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു V/I സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനാണ് നമുക്ക് ZL എന്ന് വിളിക്കാം. ലോഡ് ഇമ്പിഡൻസ് ZL എന്ന് വിളിക്കാം. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇമ്പിഡൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സപ്പോസ് ഇവിടെ ഒരു ഫോൾട്ട് ഉണ്ടാവുന്നു. ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആ ഫോൾട്ട് ഉണ്ടായ സമയത്ത് V/I റേഷ്യോ എന്ന് പറയുന്നത് ZLനേക്കാളും കുറവ് ആവാണ് ചെയ്യുന്നതെങ്കിൽ, കുറഞ്ഞാ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ റിലേ എന്ത് ചെയ്യും? ഓപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ സർക്യൂട്ട് ബ്രേക്കർ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ റിലേ ഫോൾട്ട് ആയിട്ടുള്ള സർക്യൂട്ടിനെ ആക്ച്വൽ സർക്യൂട്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഐസൊലേറ്റ് ചെയ്യും. ഓക്കെ, അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ദ ഇമ്പിഡൻസ് ഓഫ് ദ പ്രൊട്ടക്റ്റഡ് സോൺ ഈസ് ZL. നോർമൽ കണ്ടീഷനിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ZL ആണ്. അതാണ് നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് വാല്യൂ എന്ന് പറയുന്നത്. ദ റിലേ ഈസ് സോ ഡിസൈൻഡ് that it closes its contact whenever the impedance of the protection section falls below the predetermined value. അതായത് ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞ് നമ്മുടെ പ്രൊട്ടക്റ്റഡ് സെക്ഷൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ V/I റേഷ്യോ എന്ന് പറയുന്നത് ZLനേക്കാളും കുറവാവുകയാണെങ്കിൽ എന്ത് വർക്ക് ചെയ്യും? നമ്മുടെ റിലേ ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് എന്ത്? ഇമ്പിഡൻസ് റിലേ ചെയ്യുന്നത്. അപ്പോൾ ഇമ്പിഡൻസ് റിലേ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് റിലേ എന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതെന്താണ്? ഒരു ഓം മീറ്റർ ആണ്. ഓം മീറ്റർ എന്ന് വെച്ചാൽ എന്താ? റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക അല്ലെങ്കിൽ ഇമ്പിഡൻസ് മെഷർ ചെയ്യലാണ് എന്ത് ഓം മീറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഓം മീറ്റർ റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് വെച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഇമ്പിഡൻസ് റിലേ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് റിലേ വർക്ക് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഓർ ഇമ്പിഡൻസ് റിലേ is essentially an ohm meter and operates whenever the impedance of the protected zone falls below a predetermined value. There are two types of distance relay in use for the protection of power supply. രണ്ട് ടൈപ്പ് ഓഫ് ഡിസ്റ്റൻസ് റിലേ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് റിലേ, രണ്ടാമത്തെ ടൈം ഡിസ്റ്റൻസ് റിലേ. ഓക്കെ, ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് റിലേ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ റിലേയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് സ്ഥലത്താണ് നമ്മുടെ ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ റിലേ എന്ത് ചെയ്യും? ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഡിസ്റ്റൻസ് എന്തായിരിക്കും? പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും. ഓക്കെ, ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് റിലേ വിച്ച് ഓപ്പറേറ്റ് ഇൻസ്റ്റൻറ്റേനിയസ്ലി ഫോർ ഫോൾട്ട് അപ് ടു എ പ്രീ ഡിറ്റർമിൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ റിലേ. അപ്പോൾ റിലേ എവിടെയാണുള്ളത്? ആ റിലേയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, സപ്പോസ് ഒരു ഡിസ്റ്റൻസ് പറയാം, ആ ഡിസ്റ്റൻസിൻ്റെ പ്രീ ഡിറ്റർമിൻഡ് ഡിസ്റ്റൻസിൽ എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്ത് വർക്ക് ചെയ്യും? നമ്മുടെ റിലേ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. ഡിസ്റ്റൻസ് റിലേ വർക്ക് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് റിലേ. ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും. നെക്സ്റ്റ് ഒന്ന് ടൈം ഡിസ്റ്റൻസ് റിലേ. ടൈം ഡിസ്റ്റൻസ് റിലേ എന്ന് വെച്ചാൽ the time of operation is proportional to the distance of fault from the relay point. അതായത്
നമ്മുടെ ഈ റിലേ പോയിന്റിൽ നിന്ന് എവിടെ വെച്ച് ഫോൾട്ട് സംഭവിക്കും, ആ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും, റിലേ വർക്ക് ചെയ്യും. അത് റിലേൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ, റിലേ തൊട്ടടുത്ത് വെച്ച് ഫോൾട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. അതേപോലെ റിലേ പോയിന്റിൽ നിന്ന് ഒരുപാട് ദൂരെ വെച്ചിട്ടാണ് ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്തുണ്ടാവും, ഒരു ടൈം ഡിലേ ഉണ്ടാവും. ടൈം ഡിസ്റ്റൻസ് റിലേ എന്ന് വെച്ചാൽ ദ ടൈം ഓഫ് ഓപ്പറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് ഫോൾട്ട് ഫ്രം ദ റിലേ പോയിന്റ്. റിലേ പോയിന്റിൽ നിന്ന് ഫോൾട്ട് എത്ര ഡിസ്റ്റൻസിലാണ് ഉണ്ടായത് ആ ടൈമിന് എന്ത് ചെയ്യും, പ്രൊപ്പോർഷണൽ ആയിട്ട് ആരായിരിക്കും ആക്ട് ചെയ്യുന്നത്, റിലേ വർക്ക് ചെയ്യുന്നത്. എ ഫോൾട്ട് നിയറർ ടു ദ റിലേ, റിലേയുടെ അടുത്താണ് ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ വിൽ ഓപ്പറേറ്റ് ഇറ്റ് ഏർലിയർ, പെട്ടെന്ന് എന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യും. ദാൻ എ ഫോൾട്ട് ഫാർദർ എവേ ഫ്രം ദ റിലേ, റിലേക്ക് ദൂരെ ആണെങ്കിൽ ആ ഓപ്പറേഷൻ എന്തായിരിക്കും, ചെറിയൊരു ഡിലേ ഉണ്ടാവും. അതിനെയാണ് ടൈം ഡിസ്റ്റൻസ് റിലേ എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് ടൈം ഇംപെഡൻസ് റിലേ. ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് ടൈം ഇംപെഡൻസ് റിലേ. അപ്പോൾ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റേനിയസ് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്കിവിടെ 2 ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ട്, ഇവിടെ കാണുന്നുണ്ട്. 2 ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ മെക്കാനിക്കലി കപ്പിൾ ടു ദ ബീം ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ഫുൾക്രം. ഇവിടെ ഫുൾക്രം ഉണ്ട്. ദ ആർമേച്ചേഴ്സ് ഓഫ് ദ 2 ഇലക്ട്രോ മാഗ്നറ്റ്, ഈ 2 ഇലക്ട്രോ മാഗ്നറ്റിന്റെ ആർമേച്ചർ എന്ത് ചെയ്യും, രണ്ടും മെക്കാനിക്കലി എന്ത് ചെയ്യും, കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെ ആർമേച്ചർ. ഇത് രണ്ടാമത്തെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ ആർമേച്ചർ. രണ്ടും എന്താണ്, മെക്കാനിക്കലി കപ്പിൾഡ് ആണ്. ദ ബീം ഈസ് പ്രൊവൈഡ് ദ ബ്രിഡ്ജിങ് പീസ് ഫോർ ദ ട്രിപ്പ് കോൺടാക്ട്സ്. ഈ ട്രിപ്പ് കോൺടാക്റ്റിന് വേണ്ടിയിട്ട് ഈ ബീമിനെത്തുന്ന ഒരു ബ്രിഡ്ജിങ് കോൺടാക്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നോർമൽ ഇതെന്തായിരിക്കും, റിലേ ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്ന് വോൾട്ടേജ് കാരണമാണ്, വോൾട്ടേജ് എലമെൻ്റ് ഉണ്ട്, അതേപോലെ എന്തുണ്ട്, ഒരു കറണ്ട് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ വോൾട്ടേജ് എലമെൻറ്റിന് വേണ്ടി ഒരു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ PT, കറണ്ട് എലമെൻറ്റിന് വേണ്ടി എന്തായിരിക്കും, ഒരു കറണ്ട് ട്രാൻസ്ഫോമർ. അപ്പോൾ വോൾട്ടേജ് എലമെൻറ്റ് ഉണ്ടാക്കുന്ന ടോർക്കും കറണ്ട് എലമെന്റ് ഉണ്ടാക്കുന്ന ടോർക്ക് എന്തായിരിക്കും, ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. ഓക്കെ, ദ റിലേ ഈസ് സോ ഡിസൈൻ ദാറ്റ് ദ ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദ 2 ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോൾ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ ദ പുൾ ഡ്യൂ ടു ദ വോൾട്ടേജ് എലമെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ കറണ്ട് എലമെന്റ്. ഇപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിന്റെ പുള്ള്, ആർമേച്ചർ ഉണ്ടാക്കുന്ന പുള്ള് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഏതായിരിക്കും, ഈ കറണ്ട് എലമെന്റ് കാരണം ഉണ്ടാക്കുന്ന പുള്ളിനേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അത് കാരണം ഈ റിലേ കോൺടാക്ട് എപ്പോഴും എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ഇതുണ്ടാവുക. ഓക്കെ, ഈ റിലേ കോൺടാക്ട് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. സപ്പോസ് ഒരു ഫോൾട്ട് ഉണ്ടാവും വിചാരിക്കുക. ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കറിയാം കറണ്ടാണ് എന്ത് ചെയ്യുക, കൂടുക. കറണ്ട് ഇൻക്രീസ് ചെയ്യും. കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അപ്ലൈഡ് വോൾട്ടേജ് ടു ദ റിലേ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, വോൾട്ടേജ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ V/I റേഷ്യോ എന്താവും, V/I റേഷ്യോ, വോൾട്ടേജ് ബൈ കറണ്ട് എന്താണ് ചെയ്യുന്നത്, വോൾട്ടേജ് കുറയാണ്, കറണ്ട് കൂടുവാണ്. അപ്പോൾ V/I റേഷ്യോ എന്ത് ചെയ്യും, ലോ ആവും, കുറയും. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ZL വാല്യൂവിനേക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് ടു കറണ്ട്, ദാറ്റ് ഈസ് ഇംപെഡൻസ് ഫാൾസ് ബിലോ ദ പ്രീ ഡിറ്റർമിൻഡ് വാല്യൂ. ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്ന പ്രീ ഡിറ്റർമിൻഡ് വാല്യൂവിനേക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ കറണ്ട് എലമെൻറ്റിൻ്റെ പുള്ളായിരിക്കും എന്ത് ചെയ്യുക, എവിടെയായിരിക്കും പുള്ള് കൂടുതൽ, വോൾട്ടേജ് എലമെൻറ്റിനേക്കാളും. എന്ന് വെച്ചാൽ ഈ സ്ഥലത്തേക്ക് പുള്ള് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഈ ട്രിപ്പ് സർക്യൂട്ട് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. ഓക്കെ, ദ പുൾ ഓഫ് ദ കറണ്ട് എലമെൻറ്റ് വിൽ എക്സീഡ് ദാറ്റ് ഡ്യൂ ടു ദ വോൾട്ടേജ് എലമെൻറ്റ് ആൻഡ് ദിസ് കോസസ് ദ ബീം ടു ടിൽറ്റ് ഇൻ ദ ഡയറക്ഷൻ ടു ക്ലോസ് ദ ട്രിപ്പ് കോൺടാക്ട്സ്. അപ്പോൾ ഒരു ഫൾക്രം ഉണ്ട്. ഫൾക്രം ഈ ബീം എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് ചെരിയും, ടിൽറ്റ് ചെയ്യുമ്പോൾ ഈ റിലേ കോൺടാക്ട്സ് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. ഇതാണ് ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് ടൈപ്പ് ഇംപെഡൻസ് റിലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്തായിരുന്നു, K1 V², അത് വോൾട്ടേജ് എലമെൻറ്റ് കാരണം ഉണ്ടാവുന്ന ടോർക്ക് എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ K2 ഇൻറ്റു I². K1ഉം K2 എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ആംപിയർ ടേൺ അനുസരിച്ചുള്ള കോൺസ്റ്റൻ്റ് ആണ് K1ഉം K2. അപ്പോൾ വോൾട്ടേജ് എലമെൻറ്റ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ കോൺസ്റ്റൻ്റ് ആണ് K1, അതുപോലെ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ കോൺസ്റ്റൻ്റ് ആണ് K2 എന്ന് പറയുന്നത്. അപ്പോൾ K1 V² ഇസ് ലെസ് ദാൻ K2 I². അപ്പോൾ V²/I² പുറത്തെടുക്കുക, ഇസ് ലെസ് ദാൻ എന്തായിരിക്കും, K2/K1. V²/I² V/I റൂട്ട് എടുക്കുക. V/I ഇസ് ലെസ് ദാൻ റൂട്ട് K2/K1. ദാറ്റ് ഈസ് V/I എന്ന് വെച്ചാൽ എന്താണ്, Z ആണ്. Z ഈസ് ലെസ് ദാൻ റൂട്ട് ഓഫ് K2/K1. ഇതാണ് ഡിസ്റ്റൻസ് ടൈം റിലേ എന്ന് പറയുന്നത്. സെഡിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് K2/K1 കുറയും. കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, റിലേ ആക്ട് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം ഡിസ്റ്റൻസ് ഇംപെഡൻസ് റിലേ. ഓക്കെ, ടൈം ഡിസ്റ്റൻസ് ഇംപെഡൻസിൽ വെച്ച് എന്താണ്, നമ്മുടെ റിലേ എന്താണ്, ടൈമിനനുസരിച്ച് അല്ലെങ്കിൽ ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്ന റിലേ ആണ് എന്ത്, ടൈം ഡിസ്റ്റൻസ് ഇംപെഡൻസ് റിലേ. എ ടൈം ഡിസ്റ്റൻസ് ഇംപെഡൻസ് റിലേ ഈസ് വൺ
which automatically adjusts its operating time according to the distance of the relay from the fault point. ഫോൾട്ട് പോയിന്റിൽ നിന്ന് എവിടെ വെച്ചാണ് ഫോൾട്ട് ഉണ്ടാവുന്നത് ആ ഡിസ്റ്റൻസിനനുസരിച്ച് ഓപ്പറേറ്റിംഗ് ടൈമിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിലേ ആണ് എന്ത് ടൈം ഡിസ്റ്റൻസ് ഇംപെഡൻസ് റിലേ എന്ന് പറയുന്നത്. ഇപ്പോൾ റിലേ പോയിന്റിന് തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ റിലേ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യും. ഒരുപാട് ദൂരെയാണ് ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ ടൈം എന്ത് ചെയ്യും കൂടും, ഡിലേ ടൈം കൂടും. ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ടൈം ടി ഈസ് പ്രൊപ്പോർഷണൽ ടു വി ബൈ ഐ. ദാറ്റ് ഈസ് വി ബൈ എന്ന് വെച്ചാൽ സെഡ് ആണ്. ഓപ്പറേറ്റിംഗ് ടൈം ഈസ് ടി ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും ഡിസ്റ്റൻസ് ആയിരിക്കും. ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് ഓപ്പറേറ്റിംഗ് ടൈം ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന റിലേ ആണെന്ത് ടൈം ഡിസ്റ്റൻസ് ഇംപെഡൻസ് റിലേ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ടൈം ഡിസ്റ്റൻസ് ഇംപെഡൻസ് റിലേ എന്ന് പറയുന്നത്. 2 ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്നത്, ഇത് കറണ്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്നത്. ഇതാണ് ട്രിപ്പ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ എന്തായിരിക്കും ദ പുൾ ഓഫ് ദ ആർമേച്ചർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ ഇൻഡക്ഷൻ എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആർമേച്ചറിലുള്ള എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻഡക്ഷൻ ടൈപ്പ് ഇതിൽ വരുന്നത്. ഇതിൽ പുൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോൾട്ടേജ് എലമെൻറ്റിൻ്റെ പുൾ എന്തായിരിക്കും കൂടുതലായിരിക്കും. ഈ ആർമേച്ചറിലെ വോൾട്ടേജ് എലമെൻറ്റിൻ്റെ പുള്ള് കൂടുതലായിരിക്കും. ഹെൻസ് ദ ട്രിപ്പ് സർക്യൂട്ട് റിമെയിൻസ് ഓപ്പൺ. എപ്പോഴും ട്രിപ്പ് സർക്യൂട്ട് ഓപ്പൺ ആയിട്ടുണ്ടാവും. സപ്പോസ് ഒരു ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ ഇൻഡക്ഷൻ എലമെൻറ്റിൻ്റെ ഡിസ്ക് എന്ത് ചെയ്യാൻ തുടങ്ങും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. കറണ്ട് ട്രാൻസ്ഫോമർ സെക്ഷൻ ഇവിടെ ഉണ്ട്, ഇൻഡക്ഷൻ ഓവർ കറണ്ട് റിലേ ഉണ്ട് ഇവിടെ. ആ ഡിസ്ക് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആ സമയത്ത് എന്ത് സംഭവിക്കും റൊട്ടേഷൻ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്കിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു സ്പൈറൽ സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. ആ സ്പൈറൽ സ്പ്രിങ് കാരണം സംഭവിക്കും ഇത് സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ടെൻഷൻ ഓഫ് ദ സ്പ്രിങ് എപ്പോഴാണോ is sufficient to pull the armature away from the pole face of volt excited magnet എപ്പോഴാണോ ആവുന്നത്, അതായത് സ്പ്രിങ്ങിൻ്റെ പുള്ള് ഇസ് ഗ്രേറ്റർ ദാൻ ഇതിൻ്റെ നമ്മുടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആർമേച്ചറിൻ്റെ പുള്ളിനേക്കാളും എപ്പോഴാണ് കൂടുതലാവുന്നത്, ആ കൂടുതലാവുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ് ആവും. ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യും നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിന് അത് എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഈ സ്പൈറൽ സ്പ്രിങ് കപ്ലിംഗ് ഉണ്ട്. അപ്പോൾ ഈ സ്പൈറൽ സ്പ്രിങ് കപ്ലിങ്ങിൻ്റെ ടോർക്ക് ഈ ടോർക്കിനേക്കാളും ഓൾറെഡി ഉള്ള വോൾട്ടേജ് എലമെൻറ്റിൻ്റെ ടോർക്കിനേക്കാളും കൂടുതലാവുമ്പോഴാണ് എന്ത് ചെയ്യുക ട്രിപ്പ് സർക്യൂട്ട് ആക്ടിവേറ്റ് ആവുക. ഓക്കെ, ദിസ് ഓപ്പൺസ് ദ സർക്യൂട്ട് ബ്രേക്കർ ടു ഐസൊലേറ്റ് ദ ഫോൾട്ടി സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ 2 എലമെൻ്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഇൻഡക്ഷൻ ടൈപ്പ് എലമെൻ്റ് ഉണ്ട്, അതുകൂടാണ്ട് എന്തുണ്ട് നമ്മുടെ ആർമേച്ചർ സെക്ഷനും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നോർമലി ഉണ്ടാവുക ആർമേച്ചർ സെക്ഷൻ്റെ ടോർക്കായിരിക്കും കൂടുതൽ. അപ്പോൾ സപ്പോസ് ഒരു ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഡിസ്ക് കറങ്ങുമ്പോൾ ഡിസ്കിന് അറ്റാച്ച് ആയിട്ട് എന്തുണ്ട് സ്പൈറൽ സ്പ്രിങ് കപ്ലിംഗ് ഉണ്ട്. ആ സ്പൈറൽ സ്പ്രിങ് കപ്ലിംഗ് കറങ്ങുമ്പോൾ സ്പ്രിങ്ങിലുള്ള ടെൻഷൻ കൂടും. ടെൻഷൻ കൂടിയിട്ട് അതെന്ത് ചെയ്യും ഈ വോൾട്ടേജ് എലമെൻറ്റിൻ്റെ ടോർക്കിനേക്കാളും കൂടുതൽ വരും. കൂടുതൽ വരുന്ന സമയത്ത് റിലേ എന്ത് ചെയ്യും ഓപ്പറേറ്റ് ചെയ്യും. ഇതാണ് ടൈം ഡിസ്റ്റൻസ് ഇംപെഡൻസ് റിലേ എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്പീഡ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ ഡിസ്ക് ഈസ് അപ്രോക്സിമേറ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഓപ്പറേറ്റിംഗ് കറണ്ട്. നമ്മുടെ ഓപ്പറേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഫോൾട്ട് കറണ്ടിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക സ്പീഡ് ഓഫ് റൊട്ടേഷന് ഉണ്ടാവുക. Also, the time of operation of the relay is directly proportional to the pull of the voltage excited magnet and the line voltage at the point where the relay is connected. Speed of ഡിസ്കിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേപോലെ ടൈം ഓഫ് ദ ഓപ്പറേഷൻ എന്ന് പറയുന്നതിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇവിടുത്തെ വോൾട്ടേജിന് എന്തായിരിക്കും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, therefore the time of operation of a relay would vary as V by I. അപ്പോൾ വോൾട്ടേജിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ടൈം ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യും. V by I റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഇംപെഡൻസ് സെഡിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തെന്ന് പറയാം ഡിസ്റ്റൻസിന് എന്ത് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് എന്ത് റിലേ എന്ന് പറയുന്നത് ടൈം ഡിസ്റ്റൻസ് ഇംപെഡൻസ് റിലേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിസ്റ്റൻസ് റിലേ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിലേസ് ആണ് ഡിഫറൻഷ്യൽ റിലേസ്. ഡിഫറൻഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ റിലേസൊക്കെ എന്താണ് ഒരു പെർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കറണ്ട് കൂടിയാലാണ് എന്ത് ചെയ്യുക അല്ലെങ്കിൽ വോൾട്ടേജ് കൂടിയാലാണ് അത് ആക്ടിവേറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഈ റിലേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ചെറിയൊരു ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിലും വലിയൊരു ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ വലിയൊരു ഹെവി ലോഡ് കണ്ടീഷൻ വരെ എന്ത് ചെയ്യാൻ പറ്റില്ല ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചില റിലേഷൻ അത് എന്ത് ചെയ്യില്ല ലെസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അത് ഹെവി ലോഡ് കണ്ടീഷൻ ആണോ അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള ഫോൾട്ട് ആണോ എന്ന് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നോർമൽ റിലേഷൻ ഒഴിവാക്കും, ഡിഫറൻഷ്യൽ റിലേനെ എടുക്കും. ഡിഫറൻഷ്യൽ റിലേസ് ആർ യൂസ്ഡ്. അപ്പോൾ ഡിഫറൻഷ്യൽ റിലേ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ നേരത്തെ ഒരു വാല്യൂ ഓഫ് കറണ്ട് മാത്രമാണ് എടുത്തത്, എക്സസ് ഓഫ് കറണ്ട് മാത്രമാണ് എടുത്തതെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യും വെക്ടർ 2 or more സിമിലർ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് അവർ പെർട്ടിക്കുലർ വാല്യൂ സെറ്റ് ചെയ്യും, പ്രീ ഡിറ്റർമിൻഡ് വാല്യൂ സെറ്റ് ചെയ്യും. ആ ഡിറ്റർമിൻഡ് വാല്യൂവിനേക്കാളും 2 അതിൽ കൂടുതലോ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് അതിൻ്റെ ഫേസർ ഡിഫറൻസ് കൂടുന്നുണ്ടോ എന്ന് നോക്കും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 കറണ്ട് എടുക്കും നമ്മൾ I1 ഉം I2 എടുക്കും.
ഈ I1ൻ്റെയും I2ൻ്റെയും ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ വെക്ടർ, അതിൻ്റെ റിസൾട്ടൻ്റ് വാല്യൂ എന്ന് പറയുന്നത് സപ്പോസ് നമുക്ക് I എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ I ഒരു പ്രീ സെറ്റ് വാല്യൂ നമ്മൾ IL എന്ന് വിളിക്കാം. പ്രീ സെറ്റ് വാല്യൂവിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കൂടിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ആയിക്കഴിഞ്ഞാൽ എന്താ റിലേ ആക്ടിവേറ്റ് ആവും. അല്ല ഒറ്റ കറണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഡിസിഷൻ എടുക്കില്ല. രണ്ട് കറണ്ട് I1ഉം I2 എന്ന് പറയുന്ന രണ്ടോ അതിൽ കൂടുതൽ എത്രയാവാം, രണ്ടോ അതിൽ കൂടുതലോ വരുന്ന കറണ്ട് അതിൻ്റെ വെക്ടർ ഡിഫറൻസ് എടുത്തിട്ട് ആ വെക്ടർ ഡിഫറൻസ് നമ്മളെ പ്രീ ഡിറ്റർമിൻഡ് വാല്യൂവിനേക്കാളും കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യലാണ് ചെയ്യുന്നത്. ഡിഫറൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഒറ്റ റീഡിങ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, റിലേ ഓപ്പറേറ്റ് ചെയ്യിക്കില്ല. രണ്ട് റീഡിങ് എടുക്കും. എന്നിട്ട് ആ ഡിഫറൻസ് വാല്യൂ പ്രീ ഡിറ്റർമിൻഡ് വാല്യൂവിനേക്കാളും കൂടുതൽ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ റിലേ ആക്ടിവേറ്റ് ആവും. ഇതിനാണ് എന്തെന്ന് വിളിക്കുക, ഡിഫറൻഷ്യൽ റിലേസ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോൾ സപ്പോസ് ഒരു കറണ്ട് ഡിഫറൻഷ്യൽ റിലേ എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ പോലെ കറണ്ട് ഡിഫറൻഷ്യൽ റിലേ ഈസ് ദ വൺ ദാറ്റ് കമ്പയർസ് ദ കറണ്ട് എൻറ്ററിങ് ദ സെക്ഷൻ ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ, കറണ്ടിലേക്ക് ആ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടും ആ സിസ്റ്റത്തിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് നമ്മളുടെ ഡിഫറൻസ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, കറണ്ട് ഡിഫറൻഷ്യൽ റിലേ വർക്ക് ചെയ്യുക. നോർമലി നമ്മൾ ചെയ്തുകൊണ്ട് എന്താ, ഈ സിസ്റ്റത്തിലേക്ക് വരുന്ന കറണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന വാല്യൂവിനേക്കാളും കൂടുതലാണോ എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിലേ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഡിഫറൻഷ്യൽ റിലേ ആണെങ്കിൽ കറണ്ട് എൻറ്ററിങ് ദ സിസ്റ്റം, ഈ സിസ്റ്റത്തിലേക്ക് എൻറ്ററിങ് ദ കറണ്ട് അതിന് I1 എന്ന് വിളിക്കാം. ലീവ് ചെയ്യുന്ന കറണ്ട് അതിനെ I2 എന്ന് വിളിക്കാം. നമ്മൾ എന്താ എടുക്കുന്നത്, ഈ I1ഉം I2നും എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ദാറ്റ് ഈസ് I1 മൈനസ് I2 എത്രയാണെന്ന് നോക്കും. ആ I1 മൈനസ് I2യുടെ വാല്യൂ ഓൾറെഡി സെറ്റ് ചെയ്യുന്ന വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിലേ ഓപ്പറേറ്റ് ചെയ്യും. ഇതാണ് ഡിഫറൻഷ്യൽ റിലേ എന്ന് പറയുന്നത്. എ കറണ്ട് ഡിഫറൻഷ്യൽ റിലേ ഈസ് ദ വൺ that compares a current entering the section of a system with the current leaving the section. ഓക്കെ. അപ്പോൾ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ കറണ്ട് എൻറ്ററിങ് ദ സിസ്റ്റം ഈക്വൽ ടു എന്തായിരിക്കും, ലീവിങ് ദ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. പക്ഷേ സപ്പോസ് ഒരു ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ കണ്ടീഷൻ എന്ത് ചെയ്യില്ല, അപ്ലൈ ചെയ്യില്ല. എന്ന് വെച്ചാൽ രണ്ട് കറണ്ട് എന്തായിരിക്കില്ല, ഈക്വൽ ആയിരിക്കില്ല. ഈക്വൽ ആകാത്തടത്തോളം അവിടെ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അവിടെ ഒരു കറണ്ടിന് ഡിഫറൻസ് ഈക്വൽ അല്ലാത്തതുകൊണ്ട് അവിടെ ഒരു കറണ്ട് ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് കറണ്ട് നമ്മൾ എന്ത് ചെയ്യും, റിലേയുടെ ഓപ്പറേറ്റിംഗ് കോയിലിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കും. ആ ഡിഫറൻഷ്യൽ കറണ്ട് പിക്കപ്പ് വാല്യൂവിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റിലേ ഓപ്പറേറ്റ് ചെയ്യും. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷ്യൽ റിലേ ചെയ്യുന്നത്. Okay, അപ്പോൾ under normal operating conditions the two currents are equal, but as soon as a fault occurs this condition no longer applies. ഇപ്പോൾ ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ രണ്ട് കറണ്ട് എന്തായിരിക്കില്ല, ഈക്വൽ ആയിരിക്കില്ല, ഒരു ഡിഫറൻസ് ഉണ്ടാവും. The difference between the incoming and outgoing current is arranged to flow through the operating coil of the relay. ആ ഡിഫറൻസ് കറണ്ട് നമ്മൾ എന്ത് ചെയ്യും, റിലേയുടെ ഓപ്പറേറ്റിംഗ് കോയിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കും. ഇഫ് ദിസ് ഡിഫറൻഷ്യൽ കറണ്ട് ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ദ പിക്കപ്പ് വാല്യൂ. അപ്പോൾ ഡിഫറൻഷ്യൽ കറണ്ട് പിക്കപ്പ് വാല്യൂവിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആയാൽ ദ റിലേ വിൽ ഓപ്പറേറ്റ് ദ സർക്യൂട്ട് ബ്രേക്കർ ടു ഐസോലേറ്റ് ദ ഫോൾട്ടി സെക്ഷൻ. എന്നിട്ട് റിലേ ഓപ്പറേറ്റ് ചെയ്ത് സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ആവും. ഇതാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡിഫറൻഷ്യൽ റിലേ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡിഫറൻഷ്യലിന് രണ്ട് സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് കറണ്ട് ബാലൻസ് പ്രൊട്ടക്ഷൻ, അതേപോലെ വോൾട്ടേജ് ബാലൻസ് പ്രൊട്ടക്ഷൻ. ഓക്കെ. അപ്പോൾ കറണ്ട് ബാലൻസ് പ്രൊട്ടക്ഷൻ വെച്ചാൽ ഇൻകമിങ് കറണ്ട് ഔട്ട് ഗോയിങ് കറണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. രണ്ടാമത്തെ വോൾട്ടേജ് ബാലൻസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ വോൾട്ടേജിൽ എന്തെങ്കിലും അൺബാലൻസ് വന്നു കഴിഞ്ഞാൽ റിലേ എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ആവും. ഓക്കെ. ഫസ്റ്റ് വൺ കറണ്ട് ഡിഫറൻഷ്യൽ റിലേ. ഓക്കെ. കറണ്ട് ഡിഫറൻഷ്യൽ റിലേ ഇപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റർ വൈൻഡിങ്ങിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് വേണം. നമുക്ക് ഡിഫറൻഷ്യലാണ് എടുക്കുന്നത്. ഇപ്പോൾ രണ്ട് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കറണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്, അതുപോലെ ഇപ്പുറത്തും എന്തുണ്ട്, ഒരു കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ഓക്കെ, രണ്ട് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ്. എ പെയർ ഓഫ് ഐഡൻറ്റിക്കൽ കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് ആർ ഫിറ്റഡ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ സെക്ഷൻ ടു ബി പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ഏത് സെക്ഷനാണ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, ആ സെക്ഷൻ്റെ രണ്ട് സൈഡിലും എന്ത് വെക്കാം, ഒരു ഐഡൻറ്റിക്കൽ സെയിം റേറ്റിംഗ് ഉള്ള കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ആൾട്ടർനേറ്റർ വൈൻഡിങ്ങിനാണ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 200:1 എന്ന് പറയുന്ന കറണ്ട് ട്രാൻസ്ഫോമർ ഇവിടെയും വെച്ചിട്ടുണ്ട്, അതേപോലെ 200:1 എന്ന കറണ്ട് ട്രാൻസ്ഫോമർ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. The secondaries of the CTs are connected such that they carry the induced current in the same direction. നോക്കാം, ഇതിൻ്റെ CT കണക്ട് ചെയ്തേക്കുന്നത് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഡയറക്ഷൻ എന്തായിരിക്കും, സെയിം വരുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, CTയുടെ സെക്കൻഡറി കറണ്ട് ഡയറക്ഷൻ ഉണ്ടാവുക. ഇനി ദ ഓപ്പറേറ്റിംഗ് കോയിൽ ഓഫ് ദ ഓവർ കറണ്ട് റിലേ. അപ്പോൾ ഇതാണ് ഓപ്പറേറ്റിംഗ് കോയിൽ ഓഫ് ദ ഓവർ കറണ്ട് റിലേ. ഇതാണ് നമ്മുടെ റിലേയുടെ ഓപ്പറേറ്റിംഗ് കറണ്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ കറണ്ട് ഫ്ലോ ചെയ്യേണ്ട വാല്യൂ ആണ്, കോയിലാണ് ഇത്. ഈസ് കണക്റ്റഡ് അക്രോസ് ദ CT സെക്കൻഡറി സർക്യൂട്ട്. ഈ സെക്കൻഡറി സർക്യൂട്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് വെക്കും, റിലേയുടെ ഓപ്പറേറ്റിംഗ് കറണ്ട് ഓപ്പറേറ്റിംഗ് കോയിൽ വെക്കും. ഇതാണ് നമ്മുടെ എന്ത്
റിലേയുടെ ഓപ്പറേറ്റിംഗ് കോയിൽ എന്ന് പറയും. അപ്പോൾ ഡിഫറൻഷ്യൽ കറണ്ട് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ കറണ്ടിൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് ഫ്ലോ ചെയ്യേണ്ടത് ഇതിൽ കൂടിയാണ്, ഈ ഓവർ കറണ്ട് റിലേ കൂടിയാണ്. ഓക്കെ, ദിസ് ഡിഫറൻഷ്യൽ റിലേ, ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ റിലേ എന്ന് പറയുന്നത്. ഇറ്റ് കമ്പയർസ് ദ കറണ്ട് അറ്റ് ദ ടു എൻഡ്സ് ഓഫ് ദ ആൾട്ടർനേറ്റിംഗ് വൈൻഡിങ്. ആൾട്ടർനേറ്റിംഗ് വൈൻഡിങ്ങിൽ എൻറ്ററിങ് ദ ആൾട്ടർനേറ്റിംഗ് വൈൻഡിങ്, അതേപോലെ ലീവിങ് ദ ആൾട്ടർനേറ്റീവ് വൈൻഡിങ്, രണ്ടും സെയിം അല്ലെങ്കിൽ ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ രണ്ടും എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല. സെയിം അല്ലെങ്കിൽ കറണ്ട് ട്രാൻസ്ഫോമർ സെക്കൻഡറി കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിലൂടെ ആയിരിക്കും, ഈ ഡിഫറൻഷ്യൽ റിലേ കൂടെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, റിലേ ഓപ്പറേറ്റ് ചെയ്യുക. സപ്പോസ് ഫോൾട്ട് ഇല്ലെങ്കിൽ ഈ റിലേ കൂടെയുള്ള കറണ്ട് എത്ര തന്നെ ആയിരിക്കും, 0 ആംസ് ആയിരിക്കും. കാരണം എന്തില്ല, രണ്ട് കറണ്ടും സെയിം ആണ്, അത് കാരണം ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ കറണ്ട് എന്താവില്ല, സെയിം ആവില്ല, ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ റിലേ കറണ്ടിൽ കൂടെ റിലേ കോയിൽ കൂടെ പാസ് ചെയ്യാം. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്താണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ, ദ ഇംപെഡൻസ് ഓഫ് ദ പൈലറ്റ് കേബിൾസ് ജനറലി കോസ് എ സ്ലൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് അറ്റ് ദ ടു എൻഡ്സ് ഓഫ് ദ സെക്ഷൻ ടു ബി പ്രൊട്ടക്റ്റഡ്. ഓക്കെ, അതായത് നമ്മുടെ ഏത് സെക്ഷൻ ഇപ്പോൾ എന്തായിരുന്നു, ആൾട്ടർനേറ്ററിൻ്റെ വൈൻഡിങ് ആണ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആൾട്ടർനേറ്ററിൻ്റെ വൈൻഡിങ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൈലറ്റ് കേബിൾസിന് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ചിലപ്പോൾ ചെറിയൊരു വേരിയേഷൻ കാണിക്കും. ആ വേരിയേഷൻ കാണിക്കുമ്പോൾ കറണ്ടിൽ എന്തുണ്ടാവും, വേരിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ റിലേ എന്ന് പറഞ്ഞാൽ ഹൈലി സെൻസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ചെറിയ ഡിഫറൻസ് കാരണം, ആ സ്മോൾ ഡിഫറൻഷ്യൽ കറണ്ട് കാരണം എന്തായും റിലേ ഓപ്പറേറ്റ് ചെയ്യും. അതായത് ഫോൾട്ട് ഉണ്ടാവാതെ തന്നെ ഈ പൈലറ്റ് കേബിളിൻ്റെ ഇംപെഡൻസ് കാരണം എന്ത് സംഭവിക്കും, നമ്മുടെ റിലേ എന്ത് ചെയ്യാൻ തുടങ്ങും, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, പൈലറ്റ് കേബിളിൻ്റെ കപ്പാസിറ്റൻസ് കാരണം റിലേയുടെ ഓപ്പറേഷൻ എന്തായിരിക്കും, ഇൻകറക്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ എന്താണ്, അക്യൂറേറ്റ് മാച്ചിങ് ഓഫ് ദ കറണ്ട് ട്രാൻസ്ഫോം കാനോട്ട് ബി അച്ചീവ്ഡ് ഡ്യൂ ടു ദ പൈലറ്റ് സർക്യൂട്ട് ഇംപെഡൻസ്. അപ്പോൾ ബാക്കിയുള്ള സർക്യൂട്ട് ഇംപെഡൻസ് കാരണം നമുക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് എന്തായിരിക്കും, സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പൈലറ്റ് സർക്യൂട്ടിൻ്റെ ഇംപെഡൻസ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് മാച്ചിങ് ആക്യൂറേറ്റ് ആക്കാൻ വേണ്ടി പറ്റില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, നമ്മുടെ കറണ്ട് ഡിഫറൻഷ്യൽ റിലേയുടെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയാം. നെക്സ്റ്റ്, ബയാസ്ഡ് ബീം റിലേ ഓർ പെർസെൻറ്റേജ് ഡിഫറൻഷ്യൽ റിലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഡിഫറൻഷ്യൽ റിലേ പറഞ്ഞത്, ആ ഡിഫറൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഡിഫറൻഷ്യൽ റിലേ വർക്ക് ചെയ്തത്. പക്ഷേ ഇതെന്താണ് ചെയ്യുന്നത്, പെർസെൻറ്റേജ് ഡിഫറൻഷ്യൽ റിലേ. അത് കറക്റ്റ് ആ ഡിഫറൻഷ്യൽ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടല്ല ചെയ്യുന്നത്, അതിൻ്റെ പെർസെൻറ്റേജ് ടു കറണ്ട്. ഓക്കെ, ആക്ച്വൽ കറണ്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് ആ ഡിഫറൻഷ്യൽ കറണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെർസെൻറ്റേജ് ഡിഫറൻഷ്യൽ റിലേ അല്ലെങ്കിൽ ബയാസ്ഡ് ബീം റിലേ എന്ന് പറയാം. It is designed to respond to the differential current in terms of its fractional relation to the current flowing through the protection section. അതായത് എത്ര ഡിഫറൻസ് കറണ്ട് ഉണ്ട്, അതായത് I2 മൈനസ് I1 ആണ് ഡിഫറൻഷ്യൽ കറണ്ട് എന്ന് വിചാരിക്കാം. I2 മൈനസ് I1 അത് എന്തിന് വിത്ത് റെസ്പെക്ട് എന്തിലാക്കും, ഫ്രാക്ഷണൽ കറണ്ട് ടു ദ ഫ്ലോയിങ് ത്രൂ ദ പ്രൊട്ടക്ഷൻ സെക്ഷൻ. ഈ പ്രൊട്ടക്ഷൻ സെക്ഷൻ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 മൈനസ് I1 ബൈ I, ആ ഫ്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ഫ്രാക്ഷൻ ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ സംഭവിക്കും, ഫോൾട്ടിനേക്കാളും പിക്കപ്പ് കറണ്ടിനേക്കാളും കൂടുതലാണെങ്കിൽ ഈ റിലേ എന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് ഡിസൈൻ ടു റെസ്പോണ്ട് ടു ദ ഡിഫറൻഷ്യൽ കറണ്ട് ഇൻ ടേംസ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻഷ്യൽ റിലേ ഡിഫറൻഷ്യൽ കറണ്ട് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഡിഫറൻഷ്യൽ കറണ്ട് മാത്രമല്ല, ഇതിലെന്താ ചെയ്യുന്നത്, ആ ഡിഫറൻഷ്യൽ കറണ്ട് എന്ത് ടേംസിലേക്ക് നമ്മൾ മാറ്റും, ഇറ്റ്സ് ഫ്രാക്ഷണൽ റിലേഷൻ ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ പ്രൊട്ടക്ഷൻ സെക്ഷൻ. ആ പ്രൊട്ടക്ടർ സെക്ഷൻ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ എത്ര ഫ്രാക്ഷൻ ആണ് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഈ ഡിഫറൻഷ്യൽ കറണ്ട്, ആ പെർസെൻറ്റേജ് പിക്കപ്പ് കറണ്ടിനേക്കാളും കൂടുതലാണെങ്കിൽ റിലേ എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ആവും. ഇറ്റ് ഈസ് എസെൻഷ്യലി ആൻ ഓവർ കറണ്ട് ബാലൻസ്ഡ് ബീം റിലേ. നമ്മൾ നേരത്തെ പറഞ്ഞ ബാലൻസ്ഡ് ബീം റിലേൻ്റെ അതേപോലെ തന്നെയാണ് ഇതിലുണ്ടാവുക. ഇനി സംഭവിക്കും, നമ്മൾ ഓപ്പറേറ്റിംഗ് കോയിൽ, റിലേയുടെ ഓപ്പറേറ്റിംഗ് കോയിലുണ്ട്. ആ റിലേ ഓപ്പറേറ്റിംഗ് കോയിലിന് അതുകൂടാതെ അഡീഷണൽ വേറെ എന്തും കൂടിയുണ്ട്, ഒരു സ്പ്രിങ്ങിലുള്ള റീസ്ട്രെയിനിങ് ഫോഴ്സും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഈ റീസ്ട്രെയിനിങ് കോയിൽ ആക്ട് ചെയ്യും. സപ്പോസ് ഒരു ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് കോയിലിൻ്റെ ടോർക്ക് എന്ത് ചെയ്യും, കൂടും. ട്രിപ്പ് സർക്യൂട്ട് എന്താ അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് സർക്യൂട്ട് എന്താവും, ക്ലോസ് ആവും. അത് സർക്യൂട്ട് ബ്രേക്കറിലേക്ക് കൊടുക്കും. ഇതാണ് എന്ത് ചെയ്യുന്നത്, ബയാസ്ഡ് ബീം റിലേ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിഫറൻഷ്യൽ റിലേ. അപ്പോൾ അണ്ടർ നോർമൽ ആൻഡ് ത്രൂ ലോഡ് കണ്ടീഷൻ ദ ബയാസ് ഫോഴ്സ് ഡ്യൂ ടു റീസ്ട്രെയിനിങ് കോയിൽ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഓപ്പറേറ്റിംഗ് ഫോഴ്സ്. അപ്പോൾ നോർമൽ കണ്ടീഷനിലും അതേപോലെ ചെറിയ ലോഡ് കണ്ടീഷൻസിലൊക്കെ എന്ത് സംഭവിക്കും, ഈ റീസ്ട്രെയിനിങ് കോയിലിൻ്റെ ഫോഴ്സ് ആയിരിക്കും കൂടുതൽ എന്തിനേക്കാളും, ഓപ്പറേറ്റിംഗ് കോയിലിനേക്കാളും. എന്ന് വെച്ചാൽ റിലേ എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും, റിലേ വർക്ക് ചെയ്യില്ല. സപ്പോസ് വെൻ ആൻ ഇൻറ്റേർണൽ ഫോൾട്ട് ഒക്കേഴ്സ് എന്ത് സംഭവിക്കും, ഈ ഓപ്പറേറ്റിംഗ് കോയിലുള്ള ഫോഴ്സ്, അതിലുള്ള കറണ്ട് ഫോഴ്സ് എന്ത് ചെയ്യും, കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ റീസ്ട്രെയിനിങ് ഫോഴ്സിനേക്കാളും കൂടുതൽ വരും.
ആ സമയത്ത് എന്ത് സംഭവിക്കും? ട്രിപ്പ് കോൺടാക്ട്സ് ആർ ക്ലോസ്ഡ് ടു ഓപ്പൺ ദ സർക്യൂട്ട് ബ്രേക്കർ. ട്രിപ്പ് കോൺടാക്ട്സ് ക്ലോസ് ചെയ്യും. ഓക്കെ, ഈ ഓപ്പോസിറ്റ് വരുന്ന ഫോഴ്സ് അല്ലെങ്കിൽ റീസ്ട്രെയിനിങ് കോയിലുള്ള ഫോഴ്സ് നമുക്ക് എന്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം? ഈ റീസ്ട്രെയിനിങ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബയാസ്ഡ് ബീം റിലേ ഓർ പെർസെൻറ്റേജ് ഡിഫറൻഷ്യൽ റിലേ ചെയ്യുന്നത്. ഓക്കെ, ദ ഡിഫറൻഷ്യൽ കറണ്ട് ഇൻ ദ ഓപ്പറേറ്റിംഗ് കോയിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു I2 മൈനസ് I1. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫറൻഷ്യൽ കറണ്ട്. ഇവിടെ നോക്കുക, എൻട്രിങ് ജംഗ്ഷൻ I2 ആണ്, I1ഉം I2 ഉണ്ട്, എൻട്രിങ്ങും ലീവിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? I2 മൈനസ് I1 ആയിരിക്കും. അതുപോലെ റീസ്ട്രെയിനിങ് കോയിൽ ഇതിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഈസ് പ്രൊപ്പോർഷണൽ ടു I1 പ്ലസ് I2 ബൈ 2. I1 പ്ലസ് I2 ബൈ 2 ആയിരിക്കും. സിൻസ് ദ ഓപ്പറേറ്റിംഗ് കോയിൽ ഈസ് കണക്റ്റഡ് ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ റീസ്ട്രെയിനിങ് കോയിൽ. ഓക്കെ, ഇതാണ് ഓപ്പറേറ്റിംഗ് കോയിൽ. ഈ ഓപ്പറേറ്റിംഗ് കോയിലുള്ള കറണ്ട് എന്ന് പറയുന്നത് I2 മൈനസ് I1 ആയിരിക്കും. ഇനി റീസ്ട്രെയിനിങ് കോയിലുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? I1 പ്ലസ് I2 ബൈ 2. ഓക്കെ, ഇതിൻ്റെ കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ട് I1 ഡയറക്ഷനിലേക്ക് പോകുന്നു, I2 ഡയറക്ഷൻ പോകുന്നു, രണ്ടിൻ്റെ സമ്മ് ഡിവൈഡ് ബൈ 2 ആയിരിക്കും. കറക്റ്റ് മിഡ് പോയിന്റിൽ കൊടുത്തുകൊണ്ട് I1 പ്ലസ് I2 ബൈ 2 ആയിരിക്കും. It is clear that the current flowing through the restraining coil, the higher the value of current required in the operating one to trip the relay. അപ്പോൾ റീസ്ട്രെയിനിങ് കോയിൽ ഓപ്പറേറ്റിംഗ് കോയിലുള്ള കറണ്ട് കൂടിക്കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക? ട്രിപ്പ് റിലേ ചെയ്യുക. ദസ് അണ്ടർ എ ഹെവി ലോഡ് എ ഗ്രേറ്റർ പൊട്ടൻഷ്യൽ ഡിഫറൻഷ്യൽ കറണ്ട് ത്രൂ ദ റിലേ ഓപ്പറേറ്റിംഗ് കോയിൽ ഇസ് റിക്വയർഡ് ഫോർ ദ ഓപ്പറേഷൻ ദാൻ ലൈറ്റ് ലോഡ് കണ്ടീഷൻസ്. അപ്പോൾ ലോഡ് നമ്മൾ നേരത്തെ തന്നെ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? ചെറിയ ലോഡ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നോ ഫോൾട്ട് കണ്ടീഷനിൽ തന്നെ എന്തുണ്ടാവാം? ഇത് ട്രിപ്പ് ആവാം. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ഹെവി ലോഡ് വരുമ്പോൾ ഓപ്പറേറ്റിംഗ് കോയിലിനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എന്ത് വേണം? കൂടുതൽ ഡിഫറൻഷ്യൽ കറണ്ട് വേണം. ലൈറ്റ് ലോഡ് വരുമ്പോൾ എന്ത് മതി? കുറച്ചു കറണ്ട് മതി. അത് കാരണം നമ്മൾ എന്ത് ടോട്ടൽ കറണ്ടിൻ്റെ അല്ലെങ്കിൽ ഫോൾട്ട് കറണ്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് ഡിഫറൻഷ്യൽ കറണ്ട് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ റിലേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ദിസ് റിലേ ഈസ് കോൾഡ് പെർസെൻറ്റേജ് റിലേ ബിക്കോസ് ദ ഓപ്പറേറ്റിംഗ് കറണ്ട് റിക്വയർഡ് ടു ട്രിപ്പ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ലോഡ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഹെവി ലോഡ് ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും? ഹെവി ലോഡ് ഉണ്ടാവുകയാണെങ്കിൽ ദ ഡിഫറൻഷ്യൽ കറണ്ട് ഡിവൈഡഡ് ബൈ ലോഡ് കറണ്ട് റേഷ്യോ എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ റിലേ എന്ത് ചെയ്യും? ഓപ്പറേറ്റ് ചെയ്യും. ഇനി ലൈറ്റ് ലോഡ് കണ്ടീഷൻ എന്തായിരിക്കും? ആ റേഷ്യോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് കുറവായതുകൊണ്ട് എന്ത് ചെയ്യില്ല? ഡിഫറൻഷ്യൽ പെർസെൻറ്റേജ് റിലേ എന്ത് ചെയ്യില്ല? ആക്ടിവേറ്റ് ചെയ്യില്ല. അപ്പോൾ ലോഡ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? പെർസെൻറ്റേജ് റിലേ ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ടോട്ടൽ ആംപിയർ ടേൺസ് ഓൺ ദ റീസ്ട്രെയിനിങ് കോയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു റീസ്ട്രെയിനിങ് കോയിലിൻ്റെ ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ആംപിയർ ടേൺസ് വെച്ചിട്ടാണ്. ഇതായിരിക്കും I1 n/2 പ്ലസ് I2 n/2. ദാറ്റ് ഈസ് I1 പ്ലസ് I2 ബൈ 2 ഇൻറ്റു n. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. I1 പ്ലസ് I2 ബൈ 2 ഇൻറ്റു n. ഇതാണ് റീസ്ട്രെയിനിങ് കോയിൽ കൂടെയുള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ. I1 പ്ലസ് I2 ബൈ 2. ഓപ്പറേറ്റിംഗ് കോയിൽ കൂടുതൽ കറണ്ട് എന്ന് പറഞ്ഞത് I2 മൈനസ് I1 ആണ്. അതേപോലെ റീസ്ട്രെയിനിങ് കോയിൽ കൂടുതൽ കറണ്ട് എന്ന് പറയുന്നത് I1 പ്ലസ് I2 ബൈ 2. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് ബാലൻസ് ഡിഫറൻഷ്യൽ റിലേ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? വോൾട്ടേജ് ബാലൻസ് ഡിഫറൻഷ്യൽ റിലേ. അപ്പോൾ രണ്ട് സൈഡിലുള്ള വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ EMFനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? റിലേ ഓപ്പറേറ്റ് ചെയ്യാം. ഇൻ ദിസ് സ്കീം ഓഫ് പ്രൊട്ടക്ഷൻ 2 സിമിലർ കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് ആർ കണക്റ്റഡ് അറ്റ് ദ എയ്തർ എൻഡ് ഓഫ് ദ എലമെൻറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ്. ഇവിടെയും ഞാൻ ആൾട്ടർനേറ്റർ വൈൻഡിങ് ആണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും സെയിം റേറ്റിംഗ് ഉള്ള രണ്ട് CTs എന്ത് ചെയ്യുക? കണക്ട് ചെയ്യാം ബൈ മീൻസ് ഓഫ് പൈലറ്റ് വയർ. ഈ പൈലറ്റ് വയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? രണ്ടും കണക്ട് ചെയ്യാം. ദ സെക്കൻഡറി ഓഫ് ദ കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. രണ്ടിൻ്റെ സെക്കൻഡറി സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് വിത്ത് എ റിലേ. ഓക്കെ, ആ സീരീസിൻ്റെ എടുക്കുന്നുണ്ട്, റിലേ ഓപ്പറേറ്റിംഗ് കോയിൽ വെച്ചിട്ടുണ്ട്. ഇൻ സച്ച് എ വേ ദാറ്റ് നോർമൽ കണ്ടീഷൻ വരുമ്പോൾ ദർ ഇൻഡ്യൂസ്ഡ് EMF ആർ ഇൻ ഓപ്പോസിഷൻ. ഈ E1ഉം E2 എന്തായിരിക്കും? ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. ഓക്കെ, എന്നുവെച്ചാൽ അവിടെ എന്തുണ്ടാവില്ല? ഒരു വോൾട്ടേജ് ഉണ്ടാവില്ല. അപ്പോൾ സപ്പോസ് ഒരു ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിലോ ഇതിൻ്റെ അടുക്ക് വോൾട്ടേജിൽ അൺബാലൻസ്ഡ് വരും. അൺബാലൻസ് വരുന്ന സമയത്ത് ആ കറണ്ട് വോൾട്ടേജ് അൺബാലൻസ് വരുമ്പോൾ അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് റിലേ ഓപ്പറേറ്റിംഗ് കോയിൽ കൂടെ പാസ് ചെയ്യും. റിലേ ഓപ്പറേറ്റിംഗ് കോയിൽ ട്രിപ്പ് ചെയ്തിട്ട് സർക്യൂട്ട് ബ്രേക്കറിന് എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യും. ഇതാണ് വോൾട്ടേജ് ബാലൻസ് ഡിഫറൻഷ്യൽ റിലേ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? എ മൾട്ടി ഗ്യാപ്പ് ട്രാൻസ്ഫോമർ കണക്ഷൻ ഇസ് റിക്വയർഡ് ടു അച്ചീവ് ദ ആക്യുറേറ്റ് ബാലൻസ് ബിറ്റ്വീൻ കറണ്ട് ട്രാൻസ്ഫോമർ പെയേഴ്സ്. ഓക്കെ, മൾട്ടി ഗ്യാപ്പ് ട്രാൻസ്ഫോമർ കൺസ്ട്രക്ഷൻ വേണ്ടി നമുക്ക് കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ എന്താ പറഞ്ഞ് റേറ്റിംഗ് സെയിം ആക്കണമെന്ന് പറഞ്ഞു. റേറ്റിംഗ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഒരു മൾട്ടി ഗ്യാപ്പ് ട്രാൻസ്ഫോമർ കൺസ്ട്രക്ഷൻ വേണ്ടി വരും. പിന്നെന്താ? കപ്പാസിറ്റൻസ് ഓഫ് ദ പൈലറ്റ് വയർ. നമ്മളിവിടെ കണക്ട് ചെയ്യുന്ന പൈലറ്റ് വയറിനും കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? ഇതിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ,
On long cable, the charging current may be sufficient to operate the relay even if perfect balance of current transformer is attained. അതായത് വലിയ കേബിൾസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഫോൾട്ട് കറണ്ട് തന്നെ വേണമെന്നില്ല. ഈ പൈലറ്റ് വയർ കാരണം അതിൻ്റെ കപ്പാസിറ്റൻസ് കാരണം ഉണ്ടാവുന്ന ചാർജിങ് കറണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ റിലേനെ ഓപ്പറേറ്റ് ചെയ്യും. ഇതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ്. ഫോൾട്ട് ഇല്ലാത്ത കണ്ടീഷനിൽ തന്നെ റിലേ എന്ത് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ട്രാൻസ്ലേ സിസ്റ്റം. ഓക്കെ, ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ ഓൾ ടു ദ പ്രിൻസിപ്പിൾ ഓഫ് നമ്മളിപ്പോൾ പറഞ്ഞത് ബാലൻസ്ഡ് വോൾട്ടേജ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ദ എബോവ് ബാലൻസ് വോൾട്ടേജ് ബാലൻസ് ബാലൻസ് ഓർ ഓപ്പോസിഷൻസ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി കോയിൽസ് wound on the relay magnet, not between the secondary voltage of the line current transformers. അത് ട്രാൻസ്ലേഷൻ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ സെയിം തന്നെയാണ്. ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വോൾട്ടേജ് ബാലൻസ് സിസ്റ്റത്തിൽ സെയിം തന്നെയാണ്. പക്ഷേ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സി ടിയുടെ സെക്കൻഡറി ലൈൻ കറണ്ടിൻ്റെ സെക്കൻഡറി ട്രാൻസ്ഫോമേഴ്സിൻ്റെ വോൾട്ടേജ് വെച്ചിട്ടല്ല നമ്മളിതിൽ ചെയ്യുന്നത്. പക്ഷേ ഇതിലെന്താ ചെയ്യുന്നത്, നമ്മൾ റിലേ മാഗ്നറ്റ്സ്, ഈ റിലേ മാഗ്നറ്റ്സിൻ്റെ സെക്കൻഡറിയിലുള്ള വോൾട്ടേജിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ലേ സിസ്റ്റംസ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞത് രണ്ടിൻ്റെയും സെക്കൻഡറിയിലുള്ള കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന വോൾട്ടേജിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, വോൾട്ടേജ് ബാലൻസ് ഡിഫറൻഷ്യലിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ട്രാൻസ്ലേ സിസ്റ്റം പ്രിൻസിപ്പിളൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ട്രാൻസ്ലേ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്താണ്, സെക്കൻഡറി ലൈൻ കറണ്ട് ട്രാൻസ്ഫോമേഴ്സിലെ സെക്കൻഡറി വോൾട്ടേജസിൽ ഡിഫറൻസ് വെച്ചിട്ടല്ല, ബട്ട് എന്തിനു വെച്ചിട്ടാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി കോയിൽസ് വൗണ്ട് ഓൺ ദ റിലേ മാഗ്നറ്റ്സ്. നമ്മുടെ ഇവിടെ റിലേ മാഗ്നറ്റ്സ് ഉണ്ട്, ആ മാഗ്നറ്റ്സിലേക്ക് വൗണ്ട് ചെയ്തേക്കുന്ന കോയിലിൻ്റെ ഇടയിലുള്ള വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ട്രാൻസ്ലേ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദ സെക്കൻഡറി വൈൻഡിങ്സ് I2, I3, I2A, 13A, അതായത് ഇവിടെ നോക്കാം 12 ഉണ്ട്, അതേപോലെ 13 ഉണ്ട്. അവിടെ 12, 13 ഉണ്ട്. അതേപോലെ ഇപ്പുറത്തുന്നുണ്ട്, ഇത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ, ഇവിടുത്തെ കറണ്ട് ട്രാൻസ്ഫോമർ. 12, 13 ഉണ്ട്. അതേപോലെ ഇവിടെ 12A ഉണ്ട്, 12B 13, 12A, 13A ഉണ്ട്. ഇവിടെ 12, 13 ഉണ്ട്. ഓക്കെ, the secondary windings 12, 13 and 12A, 13 of the two relays are connected in series. ഈ വൈൻഡിങ്സ് നോക്കുക, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ നേരെ നോക്കുക, നേരെ 12ലേക്ക് വന്നു, 12A 13ലേക്ക് വന്നു, 13 നേരെ ഇവിടുത്തെ 13ലേക്ക് വന്നു, ഇവിടെ നേരെ 12ലേക്ക് വന്നു. സീരീസ് ആയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, കണക്ട് ചെയ്തേക്കുന്നത്. പൈലറ്റ് വയർ ഉപയോഗിച്ച് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും, പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി നമ്മൾ 18A ഇവിടെ രണ്ട് കോമ്പൻസേറ്റിംഗ് ഡിവൈസ് വെച്ചിട്ടുണ്ട്. 18 ഉണ്ട്, ഇതിൻ്റെ വർക്കിംഗ് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 18ഉം 18A രണ്ട് കോമ്പൻസേറ്റിംഗ് ഡിവൈസ് വെച്ചിട്ടുണ്ട്. എന്തിന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ കോമ്പൻസേറ്റിംഗ് ഡിവൈസ് ന്യൂട്രലൈസ് ദ എഫക്ട് ഓഫ് പൈലറ്റ് വയർ കപ്പാസിറ്റൻസ്. നമ്മൾ നേരത്തെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിരുന്നു, പൈലറ്റ് വയറിലെ കപ്പാസിറ്റൻസ് കാരണം ഫോൾട്ട് ഉണ്ടാകുന്നതിനേക്കാളും മുമ്പ് തന്നെ എന്ത് ചെയ്യും, റിലേ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ലേ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പൻസേറ്റിംഗ് ഡിവൈസ് 18A 18A ആണ് എന്ത് ചെയ്യുന്നത്, ന്യൂട്രലൈസിങ് ഡിവൈസസ്, അതിൽ കോമ്പൻസേറ്റിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിനു കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പൈലറ്റ് വയറിൻ്റെ കപ്പാസിറ്റൻസിന് വേണ്ടിയിട്ട്, കപ്പാസിറ്റൻസ് കറണ്ടിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഹെൽത്തി കണ്ടീഷൻസിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും 11ഉം 11Aയും നമ്മുടെ സി ടിയിലുള്ള 11Aയിലും കറണ്ട് എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അതേപോലെ 12A 13A വോൾട്ടേജ് എന്ത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. സപ്പോസ് ഇനി ഒരു ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഈ കറണ്ടിലും വോൾട്ടേജിലും എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് ഉണ്ടാകുന്ന സമയത്ത് കറണ്ടും നമ്മൾ ഈ രണ്ട് വൈൻഡിങ്ങിലൂടെയുള്ള കറണ്ട് എന്ത് ചെയ്യും, സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്ക് എന്ത് ചെയ്യും, ആ ഡിഫറൻസിൻ്റെ കറണ്ട് കാരണം ഡിസ്ക് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ട്രിപ്പിംഗ് സർക്യൂട്ട് എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ആവും. ഇതാണ് എന്തിൽ ചെയ്യുന്നത്, നമ്മൾ ട്രാൻസ്ലേ സിസ്റ്റത്തിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിലേ മാഗ്നറ്റ് സൈസ് കണക്ട് ചെയ്തിട്ടുള്ള സെക്കൻഡറി കോയിലുള്ള വോൾട്ടേജ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ലേ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്. ആ വോൾട്ടേജിലുള്ള ഡിഫറൻസ് കാരണമാണ് ട്രാൻസ്ലേ സിസ്റ്റംസ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. നെക്സ്റ്റ് റിലേയുടെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണെന്നുള്ള വെച്ചിട്ടാണ് ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ ഉണ്ട്, സ്റ്റാറ്റിക് റിലേ ഉണ്ട്, ഡിജിറ്റൽ റിലേ ഉണ്ട്, ന്യൂമറിക്കൽ റിലേ ഉണ്ട്. ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇലക്ട്രോ മാഗ്നറ്റിക് അട്രാക്ഷൻ വെച്ചിട്ടുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടുണ്ട്. ഇൻഡക്ഷൻ തന്നെ ഇൻഡക്ഷൻ ഡിസ്ക് ടൈപ്പ് ഉണ്ട്, അതുപോലെ ഇൻഡക്ഷൻ കപ്പ് ടൈപ്പ് ഉണ്ട്. ഇൻഡക്ഷൻ ഡിസ്ക് ടൈപ്പിൽ ഷെയ്ഡഡ് പോൾ ഉണ്ട്, വാട്ട് അവർ സ്ട്രക്ചർ, ഇതൊക്കെ നമ്മൾ ഓരോ സെക്ഷനായിട്ട് നോക്കിയതാണ്. നെക്സ്റ്റ് തെർമൽ റിലേ വെച്ചാൽ ടെമ്പറേച്ചർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് തെർമൽ റിലേ. ഒന്ന് തെർമോ കപ്പിൾ
അല്ലെങ്കിൽ തെർമിസ്റ്റർ, RTD റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ, ബൈമെറ്റാലിക് സ്ട്രിപ്പ്, ഇതൊക്കെ തെർമൽ റിലേസിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഇൻഡക്ഷൻ ടൈപ്പ് ഓവർ കറണ്ട് റിലേ, ഇൻഡക്ഷൻ ടൈപ്പ് റിവേഴ്സ് പവർ റിലേ, ഡിസ്റ്റൻസ് റിലേ, ഡിഫറൻഷ്യൽ റിലേ, അതേപോലെ ട്രാൻസ്ലേ സ്കീം. ഇതാണ് റിലേസിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ. ഇത്തരം ടൈപ്പ് റിലേസാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഓവർ കറണ്ട് റിലേയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന് ഇൻസ്റ്റൻറ്റേനിയസ് റിലേ, ടൈം വെച്ചിട്ടാണ് നമ്മളിത് നോക്കുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് റിലേ ആണെങ്കിൽ അത് 0.1 സെക്കൻഡ്സ് ആയിരിക്കും ഇതിൻ്റെ ഇത് വരാം. ഡെഫിനിറ്റ് ടൈം എന്ന് വെച്ചാൽ എന്താണ് ഓപ്പറേറ്റിംഗ് ടൈം എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് IDMT, ഇൻവേഴ്സ് ഡെഫിനിറ്റ് മിനിമം ടൈം, അതായത് ഇൻവേഴ്സ് ഡെഫിനിറ്റ് ടൈം ഈ ഒരു ഷേപ്പിലാണ് വരിക, ഇൻവേഴ്സ് ടൈം മിനിമം ടൈം റിലേ. നെക്സ്റ്റ് ഇൻവേഴ്സ് റിലേ, വെരി ഇൻവേഴ്സ് റിലേ. അടുത്ത എക്സ്ട്രീംലി ഇൻവേഴ്സ് റിലേ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് PSM-ഉം ഓപ്പറേറ്റിംഗ് ടൈം വെച്ചിട്ടുള്ള ഗ്രാഫാണ് കടത്തേക്ക്. ഇതാണ് സെറ്റിംഗ് ടൈം. അതിനേക്കാളും കൂടുതൽ കഴിഞ്ഞാൽ ഡെഫിനിറ്റ്, ഇത് ഇൻവേഴ്സ് ഡെഫിനിറ്റ് മിനിമം ടൈം റിലേ, ഡെഫിനിറ്റ് ടൈം റിലേ. നോക്കുക, ടൈം എന്താണ് സെയിം കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരിക. ഡെഫിനിറ്റ് ടൈം റിലേ ആണ് ഇത് വരിക. നെക്സ്റ്റ് ഇൻവേഴ്സ് വെരി ഇൻവേഴ്സ് റിലേ, അതുപോലെ എക്സ്ട്രീംലി ഇൻവേഴ്സ് റിലേ. എന്താ എക്സ്ട്രീം നോക്കുക, ഇൻവേഴ്സ് എക്സ്ട്രീം ആയിട്ടാണ്, ഏറ്റവും ഇൻവേഴ്സ് ആയിട്ടാണ് ഇത് പോകുന്നത്. അതുപോലെ ഇൻവേഴ്സ് ഉണ്ട്, വെരി ഇൻവേഴ്സ് ഉണ്ട്. ഇതാണ് ഓവർ കറണ്ട് റിലേ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് പ്രൊട്ടക്ഷൻ. ഏതൊക്കെ പവർ സിസ്റ്റത്തിൽ എന്തൊക്കെ ടൈപ്പ് പ്രൊട്ടക്ഷൻ? ഒന്ന് പ്രൈമറി പ്രൊട്ടക്ഷൻ ഉണ്ട്, അതേപോലെ ബാക്കപ്പ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്താണ് പ്രൈമറി പ്രൊട്ടക്ഷൻ, എന്താണ് ബാക്കപ്പ് പ്രൊട്ടക്ഷൻ, എന്തൊക്കെ ഡിവൈസസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.